18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, മെയിൻ റോഡ്, നിലമ്പൂർ. വനം വകുപ്പിന്റെ നിലമ്പൂർ, അരുവാക്കോട്, നെടുങ്കയം തടി ഡിപ്പോകളിൽ അംഗീകൃത വ്യാപാരികൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധം. പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷൻ DFIയുടെ നടപടിക്കെതിരെയാണ് വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾ മുഖ്യമന്ത്രി, വനം മന്ത്രി, വനം വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയത്. വ്യാപാരികളുടെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ചതായി വനം വിജിലൻസ് കോഴിക്കോട് DFO ജയപ്രകാശ് അറിയിച്ചു. നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസറാണ് അന്വേഷണം നടത്തുന്നത്. പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷന് കീഴിലാണ് വനം വകുപ്പിന്റെ ജില്ലയിലെ അംഗീകൃത തടി വിൽപ്പന കേന്ദ്രങ്ങളായ അരുവാക്കോട് ടിംബർ സെയിൽസ് ഡിപ്പോയും. പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഈ ഡിപ്പോകളിൽ പ്രവൃത്തി ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും വ്യാപാരികൾക്ക് തങ്ങൾ വിളിച്ചെടുത്തതും ലേലത്തിന് ഒരുക്കുന്ന തടികളും കാണാനും ആവശ്യക്കാർക്ക് കാണിച്ചു കൊടുക്കുവാനും സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഡിപ്പോയിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റുകൾ പാലക്കാട് ടിംബർ സെയിൽസ് ഡിവിഷൻ DFO രാജീവിന്റെ നിർദ്ദേശപ്രകാരം അടച്ചിട്ടിരിക്കുകയാണ്. ഗേറ്റിൽ ഡ്യൂട്ടിക്ക് ആളെയും നിയോഗിച്ചിട്ടുണ്ട്. ഇതോടെ വ്യാപാരികളിൽ ചിലർ ഡിപ്പോകളിൽ നടക്കുന്ന ഈ ലേലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഈ ഗേറ്റ് പൂട്ടിയിട്ടുകൊണ്ട് 2 ഗേറ്റും പൂട്ടിയിടുക, അതിൻ്റെ ഉള്ളിലോട്ട് ലേലത്തിൻ്റെ ആളുകളെയും മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രവേശനം ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മരം കാണാനും മറ്റുള്ള സംഗതികൾക്കൊക്കെ ശരിക്കും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ ശരിക്കും സ്വാഗതം ചെയ്യാൻ വേണ്ടി എല്ലാവരും സ്വീകരിച്ച് കണ്ട് എങ്ങനെ ഇതൊരു സെയിൽസ് ഡിപ്പോ ആണ്. അപ്പോൾ സെയിൽസ് ഡിപ്പോയിൽ എന്ന് പറയുമ്പം അവരൊക്കെ സ്വീകരിച്ചിട്ട് എല്ലാ ആൾക്കാരെയും എങ്ങനെ 4 മരം വിൽപ്പനക്കാണ് ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കേണ്ടത്. ഇത് നേരെ സ്വകാര്യവൽക്കരിക്കുന്ന ഒരു രീതിയിലാണ് ഈ സർക്കാർ ഡിപ്പോ കൊണ്ടുപോയിക്കാണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യുന്നത്. അത് വളരെയധികം പൊതുജനങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ വളരെയധികം പ്രഹസനം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. പുതിയ നിയന്ത്രണം ലേലത്തിലൂടെ സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനവും കുറയ്ക്കും. ഇത്തരം നടപടികൾ ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്താനുള്ള കളമൊരുക്കലാണെന്നാണ് ആക്ഷേപം. അതും ഗവൺമെന്റ് നല്ലൊരു റവന്യൂ വരുമാനം കുറയുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങൾ നമുക്ക് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇങ്ങനെ മരങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അത് പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശി മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ പ്രശ്നങ്ങളായിട്ട് നമ്മൾ 2-3 വകുപ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻസ് കോഡ് കാലിക്കറ്റ്, അതേപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, വകുപ്പ് തല മന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നെടുങ്കയം ഡിപ്പോയിൽ റേഞ്ച് ഓഫീസർ കച്ചവടം ചെയ്യുന്ന സ്വകാര്യ വ്യക്തിൻ്റെ ഓഫീസിൽ പോയി കച്ചവടം ചെയ്യുന്ന ഫോട്ടോ സഹിതമുള്ള പരാതികൾ ആണ് കൊടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. VPT സൂപ്പർ മാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം.